കേരളത്തിലെ ഡിജിറ്റൽ ലോകത്ത് ഏറെ ആരാധകരുള്ള കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത്. അച്ഛനും അമ്മയും 4 പെൺമക്കളും സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ഓരോ ചെറിയ ചലനങ്ങളും വാർത്തയാകാറുണ്ട്. ഇതിൽ ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെ വിവാഹവും തുടർന്നുണ്ടായ മകൻ ഓമിയുടെ ജനനവുമെല്ലാം ആരാധകർ ആഘോഷമാക്കിയിരുന്നു. എന്നാൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ഇവർ ദുബായിലേക്ക് പോയപ്പോൾ ചിലർ ഉയർത്തിയ വിമർശനങ്ങൾ പുതിയൊരു ചർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ക്രിസ്മസിന് 2 ദിവസം മുമ്പാണ് ദിയയും അശ്വിനും മകൻ ഓമിക്കൊപ്പം ദുബായിലെത്തിയത്. കഴിഞ്ഞ വർഷം ഇവർ ലണ്ടനിലായിരുന്നു പുതുവർഷം ആഘോഷിച്ചിരുന്നത്. അന്ന് ഓമി ദിയയുടെ വയറ്റിൽ വളരുന്ന സമയമായിരുന്നു. മകൻ പിറന്ന ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസും ന്യൂ ഇയറും ഗംഭീരമാക്കണമെന്ന ആഗ്രഹത്തിലാണ് ഇത്തവണ ദുബായ് യാത്ര തിരഞ്ഞെടുത്തത്. ദുബായിലെ മിന്നിത്തിളങ്ങുന്ന രാത്രികളും ബുർജ് ഖലീഫയുടെ കരിമരുന്ന് പ്രയോഗങ്ങളും ആസ്വദിക്കുക എന്നതിലുപരി ഒരു കൊച്ചു കുടുംബം എന്ന നിലയിലുള്ള തങ്ങളുടെ സ്വകാര്യത ആസ്വദിക്കുക കൂടിയായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം. ദിയ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഷോർട്ട് വീഡിയോകൾക്ക് താഴെയാണ് ചില ഉപദേശങ്ങളുമായി എത്തിയത്. സ്വന്തം കുടുംബത്തെയും അശ്വിന്റെ വീട്ടുകാരെയും എന്തുകൊണ്ടാണ് ഈ ആഘോഷങ്ങളിൽ കൂടെ കൂട്ടാത്തത്, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാത്തത് എന്താണ് എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ. പലപ്പോഴും ഇത്തരം സൈബർ ആക്രമണങ്ങളെ അവഗണിക്കാറുള്ള ദിയ ഇത്തവണ പക്ഷെ മറുപടി നൽകാൻ തീരുമാനിച്ചു. ദിയയുടെ മറുപടിയിലെ പ്രധാന പോയിന്റുകൾ ഇവയാണ്. അശ്വിനും താനും മകൻ ഓമിയും ചേരുന്നതാണ് തങ്ങളുടെ ചെറിയ കുടുംബം എന്ന് ദിയ ഓർമ്മിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ ദമ്പതികൾക്ക് അവരുടേതായ സ്വകാര്യ നിമിഷങ്ങൾ ആവശ്യമാണ്. അത് മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഉള്ള സ്നേഹക്കുറവല്ല. മാതാപിതാക്കൾ മക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നില്ല എന്ന ആക്ഷേപത്തിന് ദിയ നൽകിയ മറുപടിയും ശ്രദ്ധേയമായിരുന്നു. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ അവരും ഞങ്ങളെയും കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും. അവർ അവരുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം സമയം ചെലവഴിച്ചിട്ടുള്ളവനാണ്. ദയവായി ഞങ്ങളുടെ കുഞ്ഞിനൊപ്പം സമയം ചെലവഴിക്കാൻ ഞങ്ങളെയും അനുവദിക്കൂ എന്ന ദിയയുടെ വാക്കുകൾ വലിയൊരു ശരിയെയാണ് തുറന്നു കാട്ടുന്നത്. എല്ലാവരും ഒരേ വീട്ടിൽ നിന്നുകൊണ്ട് ആഘോഷിക്കണം എന്ന പഴയ രീതിയിൽ നിന്നും മാറി സ്വന്തം പങ്കാളിക്കും കുട്ടിക്കുമൊപ്പം മാത്രമായി സമയം ചെലവഴിക്കുന്നത് തെറ്റല്ലെന്ന പുതിയ കാലത്തിന്റെ കാഴ്ചപ്പാടാണ് ദിയ പങ്കുവച്ചത്. യാത്രയിലെ കൗതുകരമായ വിശേഷങ്ങളും ദിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു. ദുബായ് സിറ്റി സെന്ററിൽ വെച്ച് ആദ്യമായി വൈറ്റ് സ്ട്രോബെറി കണ്ടതും അത് രുചിച്ചതുമാണ് ഇതിലൊന്ന്. സാധാരണ ചുവന്ന സ്ട്രോബെറിയേക്കാൾ മൃദുവായതും നല്ല മധുരമുള്ളതുമാണ് വൈറ്റ് സ്ട്രോബെറി എന്നും ദിയ പറഞ്ഞു. വെളുത്ത നിറം കണ്ടിത് പഴുക്കാത്തതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുതെന്നും ഇതിന് നല്ല ടേസ്റ്റ് ആണെന്നും താരം ആരാധകർക്ക് നിർദ്ദേശം നൽകി. പുതുവർഷം രാവിലെ ദുബായിൽ ട്രാഫിക് ബ്ലോക്കുകൾ ലോകപ്രശസ്തമാണ്. കുഞ്ഞുമായി പുറത്തിറങ്ങിയാൽ ട്രാഫിക്കിൽ കുടുങ്ങാൻ സാധ്യതയുള്ളതിനാൽ ഫ്ളാറ്റിൽ ഇരുന്ന് തന്നെ ന്യൂ ഇയർ ആഘോഷിക്കാനാണ് ദിയയും അശ്വിനും തീരുമാനിച്ചത്. ബുർജ് ഖലീഫയും ദുബായ് ഫ്രെയിമും ദൃശ്യമാകുന്ന തങ്ങളുടെ ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് അവർ ആ നിമിഷങ്ങൾ ആസ്വദിച്ചു. ദിയയുടെ മറുപടിക്ക് താഴെ വന്ന കമന്റുകൾ ഭൂരിഭാഗം താരത്തെ അനുകൂലിക്കുന്നതായിരുന്നു. ഇത് മലയാളികളുടെ മാറി വരുന്ന ചിന്താഗതിയാണ് സൂചിപ്പിക്കുന്നത്. ദമ്പതികൾക്ക് അവരുടേതായ ഒരു ലോകമുണ്ടെന്നും എല്ലായിടത്തും കുടുംബത്തെ കൂടെ കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ലെന്നും പലരും അഭിപ്രായപ്പെട്ടു. പലപ്പോഴും കുടുംബങ്ങളുടെ അനാവശ്യ ഇടപെടലുകളാണ് ദമ്പതികൾക്കിടയിൽ വഴക്കുകൾക്കും പിണക്കുകൾക്കും കാരണമാകുന്നത്. മാറി താമസിക്കുന്നതോ തനിച്ച് യാത്ര ചെയ്യുന്നതോ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുമെന്ന കാഴ്ചപ്പാടും ആരാധകർ പങ്കുവച്ചു. സ്വന്തം പണം ഉപയോഗിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്യുന്നതിനെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ലെന്ന നിലപാടിലാണ് ഭൂരിഭാഗവും പേരും എത്തിയത്. ദിയാകൃഷ്ണയുടെ വാക്കുകൾ ഒരു വലിയ പാഠമാണ് നൽകുന്നത്. വിവാഹം എന്നത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും ആ ബന്ധത്തിനുള്ളിൽ ദമ്പതികൾക്ക് തങ്ങളുടേതായ ഒരു സ്പേസ് അഥവാ ഇടം അത്യാവശ്യമാണ്. മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ സ്വന്തം മകനോടൊപ്പം സമയം ചെലവഴിക്കാൻ ദിയയ്ക്കും അശ്വിനും അവകാശമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ ജീവിതം പങ്കുവെക്കുന്നു എന്നതിനർത്ഥം തങ്ങളുടെ സ്വകാര്യതയിലേക്ക് ആർക്കും കടന്നു വരാമെന്നല്ല. ദിയാകൃഷ്ണ നൽകിയ ഈ മറുപടി സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒട്ടേറെ ദമ്പതികൾക്കും പ്രചോദനമാണ്. സ്വന്തം കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ആഘോഷിക്കാൻ ആരുടെയും അനുവാദം കാത്തു നിൽക്കേണ്ടതില്ലെന്നും ദിയയുടെ ഈ ദുബായ് യാത്ര തെളിയിക്കുന്നു.